നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താലും എസ്തോനിയൻ ചെസ് മാസ്റ്റർ ലിവോ നയും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1958-ലാണ്. ഈ ഗെയിമിൽ താൽ വൈറ്റ് സൈഡും നെയ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. താൽ E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. ഇവിടെ വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് നോർമൽ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോൺ കിട്ടുന്നതാണ് എക്സ്ചേഞ്ച് വേരിയേഷൻ. എന്നാൽ താലിവിടെ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകുന്നില്ല. പകരം E5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. C5 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോൺ ഇട്ടിരിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് ആ പോണിനെ തിരിച്ചൊട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് E5 പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടോ മുന്നോട്ട് പോകാം. താൽ ഇപ്പോഴും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം C3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് വളരെ വേഗം ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. ക്വീനെ B6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ഇതോടെ D4 പോണിനെതിരെ 3 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പോണിനിപ്പോൾ 3 പീസുകളുടെ സപ്പോർട്ടും ഉണ്ട്. എന്നാൽ താലിവിടെ ഈ ക്വീൻ ഉപയോഗിച്ചുള്ള സപ്പോർട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ഗാംബിറ്റയാണ് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഒരു പോണിന് ഗാംബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗാംബിറ്റ് മിൽനർ ബാരി ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വളരെ ഫേമസ് ആയ ഒരു ചെസ് ട്രാപ്പ് കൂടെയാണ്. ബ്ലാക്ക് എന്തായാലും ആ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു, വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇങ്ങനെ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. എന്നാൽ ഇപ്പോൾ D4 പോണിന് ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്ന് കരുതി നൈറ്റ് ഉപയോഗിച്ച് ആ പോണിട്ട് എടുക്കുന്നതെങ്കിലാണ് വളരെ ഫേമസ് ആയ ആ ട്രാപ്പിലേക്ക് വീഴുന്നത്. അതായത് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് D4 പോണിട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കാം. ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചുവിട്ടാൻ പറ്റില്ല. അങ്ങനെ ക്വീൻ ഉപയോഗിച്ച് തിരിച്ചുവിട്ടുകയാണെങ്കിൽ ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ചെക്ക് വരികയും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രാപ്പാണെങ്കിലും ബിഗിനർ പ്ലേയേഴ്സൊക്കെ വീണു പോകാൻ സാധ്യതയുള്ള ഒരു ട്രാപ്പ് തന്നെയാണ്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ അങ്ങനെ ഒരു ട്രാപ്പിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലൂടെ ഒരു ചെക്കിനുള്ള സാധ്യത ആദ്യം തന്നെ ഇല്ലാതാക്കുന്നു. ഈ സമയത്ത് വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് നൈറ്റ് വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ കിട്ടുന്നു, ബ്ലാക്ക് ക്വീൻ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പ് D7 ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട പോലെ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ക്വീനെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് ഇപ്പോൾ E5 പോൺ ക്വീൻ വെച്ച് അറ്റാക്കിലുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വീനെ E2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 പോണിലൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ റൂക്കിനെ E1 കൊണ്ടുവന്ന് ആ പോണിന് സപ്പോർട്ട് കൊടുക്കുകയാണ് മെയിൻ മൂവ്. എന്നാൽ താലിവിടെ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് പോണെടുക്കുന്നു. ഇതോടെ വൈറ്റിന് 2 പോണുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിലും വൈറ്റിന് ഏകദേശം എല്ലാ പീസുകളെയും ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബിഷപ്പിനും എപ്പോഴും വേണമെങ്കിലും ഗെയിമിലേക്ക് വരാം. ഇവിടെ ബ്ലാക്കിൻ്റെ ക്വീനെ സെൻറ്ററിലേക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ താൽ വളരെ വേഗത്തിൽ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. റൂക്കിനെ E1 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ ബ്ലാക്കിൻ്റെ E6 പോണ് പിന്നിങ്ങിലാവും. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് D5 പോണിട്ട് എടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഈ പോൺ പിന്നിങ്ങിലായത് കാരണം പോൺ വെച്ച് തിരിച്ചു വിട്ടാൻ പറ്റില്ല. ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഈ D5 പോണ് സംരക്ഷിക്കാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ക്വീനെ D6 മൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ D4 മൂവ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ക്വീനെ D4 തന്നെ തിരിച്ചുകൊണ്ടുവരുന്നത് അത്ര നല്ല മൂവല്ല. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനെ D6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ B5 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോടുകൂടി ബിഷപ്പിന് തിരിച്ചിട്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ B8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ F3 കൊണ്ടുവന്ന്
D5 പോണെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E6 പോണിൻ്റെ പിൻ ഒഴിവാക്കാനും അതിലൂടെ D5 പോണെതിരെയുള്ള അറ്റാക്ക് ഒഴിവാക്കാനും കഴിയും. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. E6 പോണിൻ്റെ പിൻ ഒഴിവാക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ D6 ഡെവലപ്പ് ചെയ്യുന്നു. ഈ മൂവിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ വിട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്യൂവിന് വെച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് D5 പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് താലിപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനെ വിട്ടുന്നില്ല. പകരം നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ക്യൂവിന് ഉപയോഗിച്ച് D5 പോണിനെ വിട്ടെടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിനും ക്യൂവിനും H2 സ്കോറിലേക്ക് നല്ലൊരു കൺട്രോളുണ്ട്. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് H2 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ ഒരു ഡയഗണൽ പൂർണ്ണമായും ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ബ്ലാക്ക് ഇവിടെ ഈ G2 സ്കോറിലെ കൺട്രോളും കൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ C6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ താലിവിടെ ഈ G2 കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്നില്ല. പകരം ക്വീനെ G5 മൂവ് ചെയ്തുകൊണ്ട് G2 സ്കോറിലേക്കുള്ള കൺട്രോൾ നിലനിർത്തുന്നു. ഇവിടെ ഇപ്പോൾ G2 സ്കോറിലേക്കും കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ G7 പോണവരെ അറ്റാക്കുമാണ്. ഇവിടെ ബ്ലാക്ക് മറ്റൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഒരു ട്രാപ്പാണ്. വൈറ്റ് ഇപ്പോൾ ക്യൂവിൻ വെച്ച് G7 പോയിന്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ G8 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. വൈറ്റിന് ഇപ്പോൾ ഈ ക്യൂവിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. ക്യൂവിന് ഉപയോഗിച്ച് റൂക്കിന് ഇട്ടെടുക്കുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു കിട്ടും. അല്ലാതെ ക്യൂവിന് ഉപയോഗിച്ച് നൈറ്റിനോട്ടാനും പറ്റില്ല. അങ്ങനെ നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് G2 പോയിന്റ് വിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഈ രണ്ട് ബിഷപ്പുകൾക്കും റൂക്കിൻ്റെയും ക്യൂവിൻ്റെയും സപ്പോർട്ടുണ്ട്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നുമില്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനൊരു ചെക്ക്മേറ്റിന് സാധ്യതകളുണ്ട്. താലിപ്പോൾ ക്യൂവിന് വെച്ച് ആ പോയിന്റ് എടുക്കുന്നില്ല. പകരം F4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ക്യൂവിന് ഉപയോഗിച്ചുള്ള സപ്പോർട്ട് ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം വൈറ്റിനെ കൊണ്ട് ഈ പോണിനെ വെട്ടിയെടുക്കാൻ ഫോഴ്സ് ചെയ്യുകയാണ്. അതിനായിട്ട് H6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്തായാലും ഇത്തവണ താൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. ക്യൂവിന് ഉപയോഗിച്ച് G7 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ പ്ലാൻ ഏകദേശം സക്സസ് ആയിരിക്കുകയാണ്. ബ്ലാക്ക് റൂക്കിനെ G8 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ക്യൂവിന് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് G2 പോയിന്റ് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും ഇനി അടുത്ത മൂവിൽ ഈ റൂക്കിനടുത്ത് മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വിൻഡിമിൽ അറ്റാക്കിലൂടെ ക്വീനെ നേടിയെടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ താലിപ്പോൾ ക്യൂവിന് വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. താലിവിടെ അടുത്ത 10 മൂവുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കളിക്കുന്നത്. ആദ്യം റൂക്ക് വെച്ച് E6 പോയിന്റ് വെട്ടി ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കുമാണ്, അത് ഒരു റൂക്ക് സാക്രിഫൈസും ആണ്. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ മൂവ് ചെയ്യണമെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ D8 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D7 മൂവ് ചെയ്യാം. D8 മൂവ് ചെയ്യുന്നതെങ്കിൽ ക്യൂവിന് ഉപയോഗിച്ച് നൈറ്റിനോട്ടി കൊണ്ട് ചെക്ക് വരും. അല്ലാതെ D7 മൂവ് ചെയ്താലും ക്യൂവിന് വെച്ച് പോണിനോട്ട് ചെക്ക് വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നില്ല. പകരം ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് റൂക്കിനോട്ട് എടുക്കുന്നു. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുകയാണ്. ബിഷപ്പിനെ G6 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് ഒരു സ്കോറിലേക്കേ മാറാൻ കഴിയുള്ളൂ. കിങ്ങിനെ D8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്യൂവിന് ഉപയോഗിച്ച് നൈറ്റിനോട്ട് ചെക്ക് കൊടുത്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാനായിട്ട് ഈ 2 സ്കോറുകളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2 സ്കോറുകളിൽ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ തന്നെ റൂക്ക് നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഇപ്പോൾ C8 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യൂവിന് ഉപയോഗിച്ച് E6 പോയിന്റ് കൊണ്ട് ഫോർക്കും ചെക്ക് വരും. അപ്പോൾ കിങ്ങിന് D8 മാറേണ്ടി വരും. ഈ സമയത്ത് ക്യൂവിന് ഉപയോഗിച്ച് റൂക്കിന് വെട്ടി വീണ്ടും ചെക്ക് വരും. ഇവിടെയും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ D7 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ
E7ലേക്ക് മൂവ് ചെയ്യാം. എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ക്വീൻ G7ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ E6ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ F7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ കിങ് D8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ F8ലേക്ക് ഒന്ന് ചെക്ക് വരും. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീന് വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ പൊസിഷനിൽ ക്വീന് വെച്ച് നൈറ്റിനോട്ട് കൊണ്ട് ചെക്ക് വരുമ്പോൾ കിങ് C8ലേക്ക് മൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിയത്. ഇനിയിപ്പോൾ കിങ് D7ലേക്കാണ് മൂവ് ചെയ്താലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യം ക്വീൻ F7ലേക്ക് ഒന്ന് ഫോർക്കും ചെക്ക് വരും. ഈ സ്കോറിലേക്ക് നൈറ്റിനും കൺട്രോളുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോഴും ഈ രണ്ട് സ്കോറിലേക്ക് എവിടേക്ക് തന്നെ മാറേണ്ടി വരും. അപ്പോഴും റൂക്കിന് വിട്ട് ചെക്ക് വരും. ഇവിടെയും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് സ്കോറിലേക്ക് എവിടേക്കെങ്കിലും മാറാം. എവിടേക്ക് തന്നെ മാറിയാലും ക്വീന് വെച്ച് വീണ്ടും ചെക്ക് വരും. ഇപ്പോഴും നൈറ്റ് ഇവിടെ ഉള്ളത് കാരണം ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും. ഈ സമയത്ത് ക്വീന് വെച്ച് വീണ്ടും ചെക്ക് വരും. കിങ്ങിന് D7ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പിനെ E8ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ്ങിനെ D8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ക്വീന് വെച്ച് ആ ചെക്ക് വെട്ടി മാറ്റാം. കിങ് D8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരുന്നതോടെ ചെക്ക്മേറ്റ് ആവും. ഈ സ്കോറിലേക്ക് നൈറ്റിന് കൺട്രോളുണ്ട്, ഇവിടേക്ക് ബിഷപ്പിന് കൺട്രോളുണ്ട്, കിങ് ചെക്കിലുമാണ്, അതോടെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഇപ്പോൾ ഈ ചെക്ക് ക്വീന് വെച്ചാണ് വെട്ടിമാറ്റുന്നതെങ്കിലും അടുത്ത രണ്ട് മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ക്വീൻ D6ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ C8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ക്വീന് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ക്വീന് വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. രണ്ട് ഭാഗത്തു നിന്നും മികച്ച മൂവുകളും മികച്ച ട്രാപ്പുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.